സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ മോഹങ്ങളുമായി അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യയെ ലക്ഷ്യം വെക്കുകയാണ്. വെനസ്വേലയിൽ നിക്കോളസ് മഡൂറോയെ അട്ടിമറിച്ച അതേ കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു. ഒരു സൈനിക ആക്രമണം ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും ട്രംപ് ആയതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോളാധിപത്യത്തിന് വേണ്ടി അമേരിക്ക നടത്തുന്ന ചതുരംഗ കളിയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു യുദ്ധഭീതി ഉടലെടുക്കുകയാണ്. വെനസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉപരോധങ്ങൾക്കുമപ്പുറം നേരിട്ടുള്ള ഭീഷണികൾ നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. വെനസ്വേലയിൽ മഡുറോയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത്. എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക. ഇതാണ് ട്രംപിന്റെ പുതിയ പ്ലാൻ. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണങ്ങൾ. ഇറാന്റെ ഇന്ധന വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം നിലവിലെ അവസ്ഥയേക്കാൾ കൂടുതൽ ദുസ്സഹമാക്കാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികാസത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാന്റേത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര ഉൽപാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. പക്ഷേ ഇറാനിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മുൻകാലങ്ങളിലേതുപോലെ അല്ല എന്നതും അമേരിക്കയെ കൂടുതൽ സഹായിക്കും. മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാന്റെ സൈബർ കരുത്തിനെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഏത് നിമിഷവും തകർക്കാൻ ശേഷിയുള്ള വൈപ്പർ മാൽവെയറുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനൽച്ചൂളയിൽ വെന്തുകൊണ്ടാണ്. വെനസ്വേലയിൽ വിജയിച്ച അതേ കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന് അമേരിക്ക കരുതുന്നില്ല. പശ്ചിമേഷ്യയുടെ ഹൃദയമിടിപ്പ് ഇറാന്റെ വിപ്ലവ വീര്യത്തിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ചരിത്രം മാറ്റിയെഴുതാനാകുമോ എന്നതും കണ്ടറിയണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അതിജീവനമല്ല, മറിച്ച് പാശ്ചാത്യ ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ഗാസയിലും യമനിലും അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏക ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കുന്നുണ്ട് എങ്കിലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങൾ ഒരു പരിധിവരെ ലക്ഷ്യം കാണുന്നുമുണ്ട്. അപ്പോഴും സ്വന്തം മണ്ണിൽ തുടരുന്ന കലാപമടക്കാൻ കഴിയുന്നില്ല എന്നത്
ഭരണകൂടത്തിൻ്റെ പാളിച്ചയാണ്.